സാധാരണഗതിയിൽ സ്ത്രീകളുടെ പേരിൽ മസ്ജിദുകൾ ഉണ്ടാക്കുക ഇസ്ലാം വിശ്വാസികളുടെ ഇടയിൽ പതിവല്ല. എന്നാൽ പ്രലോഭനത്തിൽ കൂടിയും ഒരു പരിധിവരെ ചതിയിൽ കൂടിയും മതം മാറ്റപ്പെട്ട മാധവിക്കുട്ടി എന്ന സാഹിത്യകാരിയുടെ പേരിൽ ഒരു മസ്ജിദ് കേരളത്തിൽ ഉണ്ട് എന്ന് അറിയുന്നവർ നന്ദി ചുരുക്കമായിരിക്കും. എന്നാൽ മതം മാറി മാധവിക്കുട്ടി കമല സുരയ്യ ആയപ്പോൾ നന്ദി പ്രകാശനം എന്ന രീതിയിൽ അവർക്കു വേണ്ടി ഒരു മസ്ജിദും ഇസ്ലാമിക ഖുർആൻ കോളേജും കേരളത്തിൽ ഉണ്ടായി. 20 കുട്ടികൾക്ക് താമസിച്ച് ഖുർആൻ പഠനം നടത്താനുള്ള സൗകര്യം ഈ കോളേജിനുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാക്കിൽ കൂടി ഏകദേശം 100 മീറ്റർ സഞ്ചരിച്ചാൽ കമല സുരയ്യ മസ്ജിദ് ആൻഡ് അറബിക് കോളേജിന്റെ ബോർഡ് കാണുവാൻ സാധിക്കും. കേരളത്തിൽ ഒരു വനിതയുടെയും പേരിൽ മസ്ജിദുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് മതം മാറിയ മാധവിക്കുട്ടിയെ ആദരിക്കാൻ ഈ മസ്ജിദ് തുടങ്ങിയതെന്നാണ് ഇതിന്റെ സ്ഥാപകനായ അയത്തിൽ സ്വദേശി അബ്ദുൾ റഹ്മാൻ പറയുന്നത്. സുരയ്യയുടെ ഇസ്ലാമികപരമായ അറിവിനുള്ള സ്മാരകമാണ് ഇതെന്ന് പറയുമ്പോഴും അവരുടെ ഇസ്ലാമിക അറിവ് തെളിയിക്കുന്ന യാതൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും ഇവിടെ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കപടപ്രേമത്തിന്റെ ഇരയായി ലീഗ് നേതാവായ അബ്ദുൽ സമദ് സമദാനിയുടെ കെണിയിൽ വീണാണ് കമലദാസ് മതം മാറിയതെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ലീല മേനോൻ ജന്മഭൂമിയിൽ ലേഖനം എഴുതിയിരുന്നു. ജന്മഭൂമി പത്രാധിപയായിരിക്കെയായിരുന്നു അവർ അക്കാര്യം വാരാന്ത പതിപ്പിൽ തുറന്നെഴുതിയത്. ഒരു വട്ടം കൂടി വിവാഹം കഴിക്കാനാണ് മാധവിക്കുട്ടി കമല സുരയ്യ ആയത് എന്നായിരുന്നു ലീല മേനോൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേതാവായ അബ്ദുൽ സമദ് സമദാനിയെ വിവാഹം ചെയ്യാനാണ് മാധവിക്കുട്ടി മതം മാറിയത് എന്ന കാര്യം ജന്മഭൂമിയുടെ വാരാന്ത്യ പതിപ്പിലൂടെ ലീല മേനോൻ തുറന്നു പറഞ്ഞു. ലീല മേനോന്റെ പ്രിയ സുഹൃത്തായിരുന്നു മാധവിക്കുട്ടി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഇവർ പങ്കുവച്ചിരുന്നു. കമല എങ്ങനെ സുരയ്യയായി എന്ന ലീല മേനോന്റെ ലേഖനം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: കമലദാസ് സുരയ്യയാകുന്നു എന്നും അബ്ദുൽ സമദ് സമദാനിയെ വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടതെന്ന് ലീല മേനോൻ അതിൽ ചൂണ്ടിക്കാട്ടുന്നു. കമല മതം മാറിയ ശേഷം പർദ്ദധാരികളായ സ്ത്രീകളുടെ ആരാധനാ പാത്രമായി എന്നും അവരെയൊന്ന് തൊടുവാൻ, കയ്യിലൊന്ന് ചുംബിക്കുവാൻ അവർ വെമ്പൽ കാട്ടുന്നത് താൻ നോക്കി നിന്നിട്ടുണ്ടെന്നും ലീല മേനോൻ പറയുന്നുണ്ട്. മാധവിക്കുട്ടി മതം മാറാനുണ്ടായ സാഹചര്യം ലീല മേനോൻ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. കണ്ണൂരിൽ ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിന് ശേഷം കേരളത്തിലെ സാംസ്കാരിക നായകർ സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കണ്ണൂരിൽ ഒരു ഏകദിന സത്യാഗ്രഹം ഇരുന്നപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതിൽ കമല വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ എത്തിയില്ല. കാരണം തിരക്കി താൻ ഫ്ളാറ്റിൽ ചെന്നപ്പോഴാണ് കമല അന്ന് സമദാനിയുടെ കടവ് എന്ന വീട്ടിൽ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പോയി താമസിച്ചു എന്നും അവിടെ വെച്ച് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നും മതം മാറിയാൽ തന്നെ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് സമദാനി പറഞ്ഞിട്ടുണ്ട് എന്നും കമല തന്നോട് വെളിപ്പെടുത്തിയത് എന്നും ലീല മേനോൻ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കമലയെ പോലെ നിഷ്കളങ്കയായ, സ്നേഹമയിയായ, കുസൃതിയായ, മനോഹരമായ പുഞ്ചിരിയും ആകർഷകമായ പൊട്ടിച്ചിരിയുമുള്ള സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടില്ല എന്ന് ലീല മേനോൻ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. പർദ്ദ ധരിച്ച് മൊബൈൽ കഴുത്തിലൊരു വെള്ളിമാലയിൽ കോർത്തിട്ട് ഉലാത്തുന്നതിനിടെ സമദാനി മനോഹരമായി ഗസൽ പാടും. ഈ മൊബൈലിൽ കൂടി എന്നെ അത് പാടി കേൾപ്പിക്കും എന്ന് കമല പറഞ്ഞതായും ലീല ഓർക്കുന്നു. നീ എന്റെ സുരയ്യയാണ് എന്ന സമദാനിയുടെ വാക്കുകൾ കേട്ടിട്ടാണത്രേ കമല ആ പേര് സ്വീകരിച്ചത്. ഒടുവിൽ സമദാനി വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അത്രേ. സുരയ്യയെ വിവാഹം കഴിക്കാൻ പോകുകയാണോ എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യത്തിന് അവർ എഴുത്തുകാരിയല്ലേ, അത് അവരുടെ ഭാവനയായിരിക്കും എന്നായിരുന്നു അത്രേ സമദാനിയുടെ അപ്പോഴത്തെ പ്രതികരണം. കഥാകാരി അശ്വതിയോടും സമദാനി പ്രണയാഭ്യർത്ഥന നടത്തിയെന്ന് ലേഖനത്തിൽ പറഞ്ഞിരുന്നു. വാതിൽ ചൂണ്ടിക്കാട്ടി പുറത്തു പോകാൻ പറയേണ്ടി വന്നതായി അശ്വത തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ലീല മേനോൻ ആ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നു. വെളിപ്പെടുത്തലിന്റെ പേരിൽ ലീല മേനോന് വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു. കമല സുരയ്യയെ പോലെ തന്നെ മലയാളത്തിലെ ഒരു പ്രമുഖ ചലച്ചിത്ര താരത്തെയും മതം മാറ്റാൻ ശ്രമം നടന്നു. വിദേശത്തു നിന്നും കോടികൾ വാങ്ങി നടത്തുന്ന ഇത്തരം മതം മാറ്റ ശ്രമങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട്. കമല സുരയ്യയുടെ ആദർശമാറ്റത്തെ പ്രണയത്തിന്റെ പേരിലുള്ള ലവ് ജിഹാദായി ചിത്രീകരിക്കുന്നതിലൂടെ അവർ മാധവിക്കുട്ടിയെ പരിഹസിക്കുകയാണെന്നായിരുന്നു ചില ഭാഗങ്ങളിൽ നിന്ന് വന്ന വിമർശനം. അതെ, എന്തായാലും ചതിയിൽപ്പെട്ട കമലയ്ക്കും ഒരു മസ്ജിദ് മലയാളക്കരയിൽ ഉണ്ടായി. ഈ സ്മാരകം നൽകുന്ന സൂചന ശുഭകരമോ അതോ